ഒരാട് മലർന്നു വീണാൽ അതിന് തന്നെ എഴുന്നേൽക്കുവാൻ കഴിയില്ല. കാസ്റ്റ് ഷീപ്പ് എന്നാണ് ഇപ്രകാരം പിന്നിലേക്ക് മറിഞ്ഞു വീണ് കിടക്കുന്ന ആടിനെ പറയുന്നത്. ആ ആട് തനിയെ എഴുന്നേൽക്കുവാൻ കാലിട്ടടിക്കും. ആ ആട് തൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് തനിയെ എഴുന്നേൽക്കുവാൻ ശ്രമിക്കും. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ഒരിക്കൽ ഇങ്ങനെ വീണാൽ പിന്നെ അതിന് എഴുന്നേൽക്കുവാൻ ഒരിടയൻ വരണം. അല്ലെങ്കിൽ ചില മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ വീഴുന്ന ആട് വായു കയറിയും ശ്വാസതടസ്സം നേരിട്ടും മരിച്ചു പോകും. ഒരു പക്ഷേ ഒരു കുഴിയിലായിരിക്കാം ഇങ്ങനെ വീഴുന്നത്. ചിലപ്പോൾ അതിൻ്റെ രോമത്തിൻ്റെ ഭാരം കൊണ്ടായിരിക്കാം വീഴുന്നത്. ചിലപ്പോൾ ശരീരം ക്ഷീണിച്ച് തളർന്നതിനാലാകാം. ചിലപ്പോൾ തനിയെ ഉരുണ്ടപ്പോൾ എണീക്കുവാൻ പറ്റാതെ പോകുന്നതാകും. ചിലപ്പോൾ വേറെ ഒരാട് കുത്തിയിട്ടതാകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ക്യാഷ് ഡൗൺ ആയ ഒരാടിനെ ഉയർത്തുവാൻ ഒരിടയൻ തന്നെ വരണം. ചില സമയത്ത് നാമും നിസ്സഹായരായി മലർന്നു വീഴുന്ന ജീവിത സാഹചര്യങ്ങളുണ്ടാകും. നമ്മുടെ ജീവിത ഭാരങ്ങൾക്ക്, മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്ക്, നമ്മുടെ നൊമ്പരങ്ങൾക്ക്, വേദനകൾക്ക്, നാം നേരിട്ട ചില നഷ്ടങ്ങൾക്ക്, ചില പരിഹാസ വാക്കുകൾക്ക് ഒക്കെ നമ്മെ ക്യാഷ് ഡൗൺ ചെയ്യുവാൻ സാധിക്കും. മറ്റുള്ളവർ ആ സമയം നോക്കി നിന്ന് പരിഹസിക്കുമായിരിക്കും. അവർ നാം വീണതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുവാൻ തുടങ്ങും. അതിൻ്റെ കുറ്റമെല്ലാം ആ ആടിൻ്റെ മേൽ ഇടും. ചിലപ്പോൾ അസൂയുള്ള ചില മനുഷ്യർ നമ്മളെ തള്ളിയിടും. നമ്മുടെ അവസാനം വന്നു എന്ന് കരുതി അവർ കാത്തിരിക്കും. അവിടെയാണ് നമ്മുടെ ആത്മാവിൻ്റെ ഇടയനായ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യം. നമുക്ക് ആ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും നമ്മുടെ സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ട് വെളിയിൽ വരുവാൻ സാധിക്കില്ല. ആ ഇടയൻ്റെ കൈ നമ്മെ താങ്ങിയില്ലെങ്കിൽ, നമ്മുടെ കുഴഞ്ഞ കാലുകളെ ഇടയൻ നിവർത്തിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഉയർപ്പില്ല. ഇടയൻ്റെ ശബ്ദം കേൾക്കൂ. ഇടയനിപ്പോൾ നിങ്ങളുടെ ചാരയുണ്ട്. വീഴുന്നവരെ താങ്ങുന്ന ഒരു നല്ല ഇടയൻ, നമ്മുടെ ആത്മാവിൻ്റെ ഇടയൻ നമ്മുടെ അടുത്തുണ്ട്. ആ ഇടയൻ നമ്മെ തിരുനാമ നിമിത്തം നീതിപാതകളിൽ നടത്തുന്നു. നാം വീഴാതിരിക്കുവാൻ പച്ചയായ പുൽപ്പുറങ്ങളും സ്വസ്ഥതയുള്ള വെള്ളവും നമ്മുടെ ഇടയൻ നമുക്ക് നൽകുന്നു. അഥവാ നാം വീണുപോയാൽ നമ്മെ എഴുന്നേൽപ്പിച്ച് നമ്മുടെ പ്രാണനെ ആ ഇടയൻ തണുപ്പിക്കുന്നു. ഒരിക്കൽ ഒരിടയനും പിന്നീട് ഇസ്രായേലിൻ്റെ രാജാവുമായി തീർന്ന ദാവീദ് രാജാവ് ഇത് മനസ്സിലാക്കി ഇങ്ങനെ പാടി: ഞാൻ കർത്താവിനായി കാത്തിരുന്നു. എൻ്റെ കർത്താവ് എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ആ കർത്താവ് എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ.